അച്ചാറെന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് വായിൽ കപ്പലിടും അല്ലേ? അങ്ങനെ ഇല്ലാത്തവരായിട്ട് വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ. ചിലർക്ക് അച്ചാർ കഴിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മൾക്ക് ഇന്ന് ഒരു അച്ചാർ കടയിലോട്ട് പോവാം. ഒരുപാട് വെറൈറ്റി അച്ചാറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഭരണി കണ്ടില്ലേ, അത് ഷോ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അതിൽ അച്ചാറൊന്നുമില്ല, അകത്താണ് അച്ചാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിതാ ചെല്ലി മാങ്ങ അച്ചാർ കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫീൽ വരും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെല്ലി. അപ്പം ചെല്ലി ഇഷ്ടമുള്ളവർക്ക് പറ്റിയ അച്ചാറാണ്. ചെല്ലി മാങ്ങ അച്ചാർ ഇഷ്ടമുള്ളവരെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മസ്റ്റായിട്ടും നിങ്ങൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചോളൂ. ഒരു രക്ഷയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. മീനൊന്നും ഇല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാർ മാത്രം കഴിച്ചാൽ മതി, കിട്ടുവാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ അതാണ് എടുത്തത്. പിന്നെ ചിലർക്ക് നാരങ്ങ അച്ചാർ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് മാങ്ങച്ചാർ, ചിലർക്ക് കണ്ണിമാങ്ങ, കടുമാങ്ങ, അങ്ങനത്തെ അങ്ങനെ ഒരുപാട് വെറൈറ്റീസ്. ഇത് ഈത്തപ്പഴവും നാരങ്ങയും കൂടി ചേർത്ത്, നാരങ്ങയും കാന്താരി മുളകൊക്കെ ചേർത്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്താ പറയുക, വലിയ പരസ്യമൊന്നും കൊടുക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും ആൾക്കാർ വീണ്ടും വന്ന് വാങ്ങിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ പൊതുവേ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പം ഞാനതും കുറച്ച് വാങ്ങിച്ചു. പിന്നെ വെളുത്തുള്ളി അച്ചാറുണ്ട്. അതൊന്നും എനിക്കിഷ്ടമല്ല അധികം. എനിക്കിഷ്ടപ്പെട്ട അച്ചാറുണ്ടാകുമ്പോൾ നമ്മളതെല്ലാം വാങ്ങിക്കും. പിന്നെ ഒരുപാട് അച്ചാർ വാരിക്കോരി കഴിക്കുന്ന ഒരാളൊന്നുമില്ല. പിന്നെ കഴിയുന്നതിനനുസരിച്ച് നമുക്ക് പുതിയതായിട്ട് വാങ്ങിക്കാമല്ലോ. പിന്നെ ഹണി ചില്ലി ഉണ്ട്, അതായത് മുളകും ശർക്കരയും കൂടി ചേർത്തുള്ള അച്ചാറാണത്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കേട്ടോ. പിന്നെ അടുത്തതാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ, കണ്ണിമാങ്ങ അച്ചാർ. എനിക്ക് പണ്ട് മുതലേ അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവർ കണ്ണിമാങ്ങൊക്കെ മീൻസ് നമുക്കറിയാമല്ലോ, കണ്ണിമാങ്ങ എല്ലാ സീസണിലും അവൈലബിൾ അല്ല. അപ്പം അവൈലബിൾ ആകുമ്പോഴത് അത് ഉപ്പിലിട്ട് വെക്കും, എന്നിട്ട് പിന്നെ അച്ചാറിടും. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് പറയുമ്പോൾ തന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ കപ്പലോടുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റാണ്. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ണിമാങ്ങ അച്ചാർ, നാരങ്ങ, കാന്താരി മുളക്, അത് ആ അച്ചാർ വാങ്ങിച്ചു. വെള്ളച്ചാറില്ലേ അത്. പിന്നെ നമ്മളെ ചെല്ലി മാങ്ങച്ചാർ, ഞാൻ വാങ്ങിച്ച ഈ 3 അച്ചാറും കിട്ടുമായിരുന്നു കേട്ടോ. ഈ ചെല്ലി ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ് ചെല്ലി മാങ്ങച്ചാർ. നമുക്ക് ചോറിന് കൂട്ടാനൊന്നും ഇല്ലയെന്നാണെങ്കിൽ ചോറും ചെല്ലി മാങ്ങച്ചാറും മാത്രം വേണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ചോറിൻ്റെ കൂടെ നമ്മളെ ചെല്ലി മാങ്ങച്ചാറുണ്ട്, എന്താ പറയുക, കണ്ണിമാങ്ങച്ചാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് കഴിക്കാം. ഇതുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂർ പുതിയങ്ങാടി കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു അച്ചാർ കട ഉള്ളത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴത്തെ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിലും എനിക്ക് ഈ അച്ചാർ കാണുമ്പോൾ വായിൽ വെള്ളം വരുന്നത്. അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ആ ഒരു ഫീലിങ്സ് വരുന്നത്. കാരണം അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ എന്താ പറയുക കണ്ണിമാങ്ങ അച്ചാർ. അതുപോലെ ചെല്ലി മാങ്ങ ആണെങ്കിലും ഞാൻ വാങ്ങിച്ച 3 അച്ചാറും അടിപൊളിയായിരുന്നു. ബാക്കിയൊന്നും ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എല്ലാ വെറൈറ്റി അച്ചാറുകളും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ നെയ്വടൻ്റെ ഷോപ്പിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് തന്നെ കേട്ടോ. നെയ്വട പാൽക്കേക്കിൻ്റെ ഷോപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് തന്നെയാണത്. അപ്പോൾ പുതിയങ്ങാടി ഭാഗത്തുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ചാർ കട അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. ഒന്നുകൂടി പറയാം, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തിരൂരിൽ പുതിയങ്ങാടി ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ തരം അച്ചാറുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും ഈ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ആരെങ്കിലും ഈ അച്ചാർ കടയിൽ പോയിട്ട് നിങ്ങൾ അച്ചാർ കഴിച്ചവരുണ്ടെങ്കിലും അതും നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, ബൈ.